ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മണ്ണിൽ കിളച്ച് മണ്ണിന്റെ സുഖമൊക്കെ അറിഞ്ഞ ശേഷം ഈ ദേഹം ആസകലം വെള്ളം ഒഴിക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഹരി, ഓ ഇപ്പോഴുണ്ടല്ലോ മെഴുമെഴാന്ന് മെഴുകു പോലത്തെ കപ്പ, നല്ല കാന്താരി മുളക് അരച്ച ചമ്മന്തി, അത് അങ്ങോട്ട് മുക്കി മർമ്മത്തിലോട്ട് വെച്ച് ഒരു കട്ട കാപ്പി കുടിക്കുമ്പോണ്ടല്ലോ ഹാ എന്നൊരു സുഖം ഉണ്ടല്ലോ. കൊതി വരുന്നടാ. തുടങ്ങി അപ്പൂപ്പന്റെ ഒരു കൊതി. വാ അല്ല മോളെ, പണ്ടേ ഞങ്ങളുടെ ഒരു ശീലമായിരുന്നത് ഇടയ്ക്കിടയ്ക്കൊരു കപ്പപ്പുഴുക്കും കഞ്ഞിയും. അതെ, മെയ് അനങ്ങുന്ന പണിക്കാർക്ക് കപ്പയ്ക്ക് ഗ്യാസ് ഒന്നും വരൂല, ജോലി ചെയ്യണതല്ലേ. ഇപ്പൊ എന്താ പ്രശ്നം? കപ്പപ്പുഴുക്കും കാന്താരിയും കഞ്ഞി. ഓ, അത് മൂന്നും കൺമുന്നിൽ എത്തിയ പോരെ. സാധനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല അതപ്പോ ഞാനതൊക്കെ റെഡിയാക്കി. മിടുക്കി. എടാ, ഇതുകൊണ്ടാ ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞോണ്ടിരുന്നത്, മനസ്സിലായ? വരങ്ങൻ. അപ്പൊ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കപ്പപ്പുഴുക്ക് തിന്നാൻ വേണ്ടിട്ടാണോ? അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഭാവിയെ കുറിച്ച്. അയ്യോ, നിന്റെ ഭാവിയെ കുറിച്ചോ? അതെ, അച്ഛനമ്മമാർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. മക്കൾ IAS ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. അല്ല, ഞാൻ അങ്ങനെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല. അയ്യേ, നല്ല അച്ഛൻ. അതൊക്കെ ഓരോരുത്തർ പഠിക്കുന്ന അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് കിട്ടുന്നതല്ലേ. അല്ല, വേണമെങ്കിൽ നീ ട്രൈ ചെയ്തോ. അല്ല, അതിപ്പം മോളെ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്തുവാ? ഞാനിവിടെ എന്ത് തിരഞ്ഞെടുത്താലും അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോണില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ അച്ഛന്റെ കൂടെ പാടത്ത് വരും. എനിക്ക് കൃഷി ചെയ്താ മതി. അത് കൊള്ളാലോ. കൃഷി ചെയ്യാൻ വിദ്യാഭ്യാസം വേണ്ടെന്ന് ആരാ പറഞ്ഞത്? അച്ഛൻ കൃഷി ചെയ്യുന്നില്ലേ? അച്ഛന്റെ വിദ്യാഭ്യാസം എന്താണെന്നറിയോ? സ്കൂളിൽ പോയി എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? നീ തൽക്കാലം സ്കൂളിൽ പോയി വന്നതിന് ശേഷമുള്ള കൃഷിയൊക്കെ മതി. എന്നിട്ട് ഈ വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോ കൃഷിയാണ് തെരഞ്ഞെടുക്കാൻ നിനക്ക് തോന്നുന്നെങ്കിൽ നീ തെരഞ്ഞെടുത്തോ, അതിലൊരു കുഴപ്പമില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. എന്തെങ്കിലൊക്കെ പറഞ്ഞ് 4 ദിവസം ക്ലാസ്സിൽ പോവാതിരുന്ന അതും ഒരു രസം. ഏതാ, അല്ലാതെ എന്തുവാ? അപ്പൂപ്പനൊന്നും മിണ്ടായിരുന്നേ, ഞാൻ സീരിയസാ. ഓ, അവള് സീരിയസാ. എന്തായാലും അമ്മയുടെ മോള് ഇത്രയും സീരിയസ് ഒന്നും ആവണ്ട. ആദ്യം പഠിക്കാം. പഠിക്കുന്നതിന്റെ ഇന്റർവെല്ലില് അച്ഛന്റെ കൂടെ പാടത്ത് പോവുകയോ, എന്നിട്ട് അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ. മോളെ, കൃഷിയിലോട്ട് ഇറങ്ങാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അങ്ങനെ താല്പര്യമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ പൊക്കി ട്രോഫി പോലെ തലയ്ക്ക് മുകളിലോട്ട് വെച്ചോണം, കേട്ടല്ലോ? മധുര നൊമ്പരക്കാറ്റ്